ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ ഷാളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുകൊണ്ട് മുൻപ് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്കി വന്നിട്ടുള്ള പീസാണിത്. പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള പേപ്പറാണ്. നമ്മൾ എടുത്തിട്ടുള്ള കട്ടിയുള്ള പേപ്പറിൽ നിന്ന് നമുക്ക് ഫ്ലവറിൻ്റെ ഇതളിൻ്റെ ഷേപ്പ് വരച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പഴയ ഷാൾ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് വെച്ച് വീണ്ടും 4 എണ്ണം നമ്മൾ വരച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് 4 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ പീസും നമുക്ക് ഷാളിലൊന്ന് കവർ ചെയ്തെടുക്കണം. അത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂലും എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. നമ്മളത് നൂല് ഉപയോഗിച്ചൊന്ന് കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ ഇതളുകളും നമ്മൾ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ ഇതുപോലത്തെ ഈർപ്പയാണ് എടുത്തിട്ടുള്ളത്. തെർമോക്കോൾ ബാൾസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഈർപ്പയിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ 3ലും നമുക്ക് ആ തെർമോക്കോൾ ബാൾസ് ഒന്ന് കോർത്തെടുക്കണം. അത് കോർത്തെടുക്കുമ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസിൽ 4 എണ്ണം കോർത്തെടുക്കണം. ഓരോന്നും നമ്മൾ ഫെവിക്കോൾ വെച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പഴയ ഷാൾ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഫ്ലവർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള 2 എണ്ണത്തിലും കൂടെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മൾ 3 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈർക്കിളിയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള 3 എണ്ണവും നമ്മൾ ഈർക്കിളിയിലേക്ക് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളെല്ലാം നമുക്ക് ഇതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകൾ ഓരോന്നായി നമുക്കിതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള അവസാനത്തെ ഇതളും നമ്മൾ അതിലേക്ക് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ തണ്ടിൽ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്കണം. ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മളിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുന്നത്. പഴയ ഷോളൊക്കെ എല്ലാവരുടെ അടുത്തും കാണും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 2 ഫ്ലവറും കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഒരുപാട് പൂക്കളൊക്കെ ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. സമയക്കുറവ് കാരണം നമ്മളിവിടെ 3 എണ്ണേ ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ ഷാൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.